وهو الذي مد الأرض وجعل فيها رواسي وأنهارا ومن كل الثمرات جعل فيها زوجين اثنين يغشي الليل النهار إن في ذلك لآيات لقوم يتفكرون. അതാണ് കാണിച്ചെന്നിട്ട് ഭൂമി എന്താക്കി പരത്തി എന്ന് പറഞ്ഞാൽ അവിടെ കുന്നുണ്ടായിക്കൂടാന്ന് അർത്ഥമില്ല. താമസം, കൃഷി, ബിൽഡിംഗ് എടുക്കൽ എന്നെ പറ്റ വല്ല പലാറ്റുള്ള JCB ഉണ്ട്, അതിനെ കൊണ്ട് നിരത്തിയാലും മതി. അതിന് JCB വലിച്ചാലും അത് തന്നെ ഇല്ലാക്കുന്നു. അത് JCB ആണെന്ന് മറ്റവനാക്കിയെന്ന് പറഞ്ഞാൽ പിന്നെ അന്നൊക്കെ പണിയില്ലല്ല. മദ്ദല്ലറുള്ള എന്നിട്ടോ വജഅല ഫീഹാ റവാസിയ വഅൻഹാറ, പുഴകളുണ്ടാക്കിയതും അവൻ തന്നെ, പാറക്കെട്ടുകളും അതിലുണ്ടാക്കിയത് അല്ല തന്നെ. എന്നിട്ടോ എല്ലാ പഴവർഗ്ഗങ്ങളിലും ഒന്നുണ്ട്, ഇരട്ടയുണ്ട്, ഇണയും തുണയും, ബക്കറൂസ. പിന്നെ യൂസിൽ ലൈലൻ നഹാറ, നഹാറിൽ എന്താണ് വിളിച്ചുണ്ടാവില്ലേ, അതിൻ്റെ മേലെന്താക്കി പുതപ്പിട്ട് മൂടി ഇരുട്ടുകൊണ്ട്. യൂസിൽ ലൈലൻ നഹാറ, യൂസിക്ക് 2 മഫ്ഊൽ വേണോ? യൂസി എന്ന് പറയുകയാണ് 2 മഫ്ഊൽ വേണോ? ഖശിയ എന്ന് മാത്രം പറഞ്ഞ ഒറ്റ മഫ്ഊലേ കൊണ്ടു. അതിന് മുത്തഅദ്ദിയില്ലേ, അതായത് സകർമ്മക ക്രിയ വേണ്ട സകർമ്മകാക്കി എന്താക്കും 2 മഫ്ഊൽ വരും. അപ്പോൾ ഇവിടെ ഉള്ളത് പകൽ വെക്ക്, പകലിൻ്റെ മേലെ രാത്രി കൊണ്ടാണ്ട് പതപ്പൊട്ടങ്ങൾ മൂടിയെന്നാണ് പറയുന്നത്. അതാവും ഇരുട്ടവും. എന്നിട്ട് പറഞ്ഞു ചിന്തിക്കുന്നാക്കി ഇതിൽ കുറേ പാഠങ്ങളുണ്ട്. എത്ര പോയിന്റ് വിട്ടാന്ന് മദ്ദല്ലറിഞ്ഞ മാത്രം ഒരു കൊല്ലം ചിന്തിക്കുക. പിന്നെ റവാസിയ ചിന്തിക്കുക. ഈ റവാസിയ എങ്ങനെ അല്ലെങ്കിൽ പെട്ട റോഡ് പണിയത്തിലുണ്ടാവുക. എത്ര ജില്ലയെ കൊടുത്ത് കടന്നു, റെയിലിൻ്റെ മുമ്പിലെ എത്ര 1000 കിലോമീറ്ററാണ് ജില്ലി മുട്ടിച്ചിട്ടിട്ട്. അല്ലെ പരിസരത്ത് പൊടിവാരിട്ട് നിൽക്കാനും കഴിയൂല, കുണ്ടുമായിട്ടുണ്ടാവും. ഒരു ബഡ്ഡങ്ങ് പോയിട്ട് നമുക്ക് വലിയ പാതാളം, അതിനെ ജില്ലയിടുന്നത്. പിന്നെ പഴങ്ങളെടുത്ത് നോക്ക്, പഴങ്ങളുടെ ഇണയും തുണയും ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് തിരിഞ്ഞുകൊള്ളുന്നില്ല. അതായത് അല്ലേ പക്ഷേ അതുപോലെ രാത്രി പകലും പകല് രാത്രിയാകുന്നു. അപ്പം നഹാറിനെ ലൈല് കൊണ്ട് മുടി. അപ്പം ലൈല് എന്നുള്ളൊരു കരിമ്പിടാണ്. പിന്നെ അല്ല അസലിട്ടാണ് എല്ലാത്തിൻ്റെ അസലിൽ അസലുൽ അവാലിമി ബിൻ ഇദാമി ബിൻ സുബൂത്തിൽ മുജൂദി ലില്ലാഹി ലില്ലാഹ്. അവാലിമിൻ്റെ അസൽ എന്താണ്? ഇല്ലായ്മയാണ്. കാറ്റിനെ വിളിക്കുന്നില്ലേ? അപ്പം അവാലിമ അലമിൻ്റെ ഞമ്മ അവാലിം എന്താകട്ടെ അതിൻ്റെ അസലെന്താണ്? ഇല്ലായ്മ. അതെന്ന് ഇൽമും ജഹലും നോക്കിയാൽ ഏതാ അസല്? അവാലിമിന് അള്ളാഹ് അള്ളാഹിനോട് തൊട്ട് കളിക്കുന്നില്ല ജഹല്. സുബൂത്തുൽ വുജൂദ്, അൽ വുജൂദിന് അള്ളാഹ് സുബൂത്താക്കുമ്പോൾ മറ്റേത് ഇല്ലാണ്ട് ആയിക്കൊള്ളൂ, ആക്കണമെന്നില്ല എന്നാണ് ഇന്നിതാമാണ്. സൂര്യൻ വന്നാൽ മറ്റേത് മുന്നതിമായി പോയില്ല. ഒരു സ്ഥലത്ത് മുഴുവൻ ഇരുട്ടുണ്ട്. ഇരുട്ടിനെ പോക്കാൻ പണ്ടെങ്കിൽ കുറേ പേർക്കൊക്കെ ഇട്ടൊന്നും പണ്ട ഒരു ലാമ്പെടുത്തിട്ട് ഇങ്ങനെ കത്തിച്ച മുൻഅദിമായി. ഇനി അടുത്തതാ വഫിൽ അർളി ഖിത്അഉം മുതജാവിറാത്ത് വജന്നാതും മിൻ അഅ്നാബിൻ വസർഉൻ വനഖീലുൻ സിൻവാനും വഗൈറു സിൻവാൻ യുസ്ഖാ ബിമാഇൻ വാഹിദ്. കുടിപ്പിക്കുന്ന വെള്ളം ഒറ്റ, കൃഷിക്കാരൻ ഒറ്റ, കിളക്കാൻ ഉപയോഗിക്കുന്ന കൈക്കോട്ടും ആയുധങ്ങളും ഒറ്റ, അല്ലേ? കൈ കൊണ്ട് പളമ്പാരിട്ടാൽ അതും ഒറ്റ. പക്ഷെ മുളക്കുന്ന വസ്ത്രത്തിൽ ഓരോന്ന് വൈവിധ്യങ്ങളായ അൻപായകളായിട്ട്
മധുരമുള്ളത് പോകുന്നു, ചവർപ്പുള്ളത് വേറെ ഉണ്ടാകും, കയ്പുള്ളത് വേറെ ഉണ്ടാകും, തിന്നാൻ പറ്റുന്നതുണ്ടാകും, പറ്റാത്തതുണ്ടാകും, മുള്ളുള്ളതുണ്ടാകും, മുള്ളില്ലാത്തതുണ്ടാകും, വള്ളി ഉണ്ടാകും, വള്ളി ഇല്ലാത്തതുണ്ടാകും, സിനിമാനുണ്ട്, വയറ് സിനിമാനുണ്ട്. കങ്ങലെടുത്ത് നോക്കിയാട്ടെ, നല്ല റേഡിയത്തിൻ്റെ ഏരിയയിൽ വന്ന് ചേർക്ക് എത്രയോ പോക്കാം. അതേസരത്തിൽ പറഞ്ഞു എടുത്ത് നോക്കിയാട്ടെ, ശാഖയും ശാഖോപക ശാഖയും ശാഖോപശാഖയും ഉണ്ടാവും. ഇതെങ്ങനെ ഉണ്ടായി? എന്നിട്ട് വന്ന് നമ്മുടെ ചർച്ച എവിടെ വനുഫന്നിലു ബഅദഹ അലാ ബഅദിൻ ഫിൽ ഉഖുൽ. ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ ചിലതിനെ കാണാൻ പ്രത്യേകത തഫ്ളീൽ കൊടുത്തില്ലേ? നമ്മളാക്കിയാണ്. ഇപ്പം ഗോതമ്പ് അരിയും കൂടെ ആക്കിയാൽ ഏതാ നല്ലതെന്ന് ചോദിക്കും. ഒന്നെങ്കിൽ അലല്ലിത്തിലാക്ക് നല്ലത് ചിലതും പറയും, എല്ലാവർക്കും. ചില രോഗികൾക്ക് ഇതാണ് നല്ലതെന്ന് പറയും, ചില രോഗികൾക്ക് അതാണ് നല്ലതെന്ന്. ഇതാരുണ്ടാക്കി വൈവിധ്യം? വനുഫന്നിലു. അതാ നെഹനു അതിനുള്ളിൽ, വനുഫന്നിലുള്ളിൽ. ഇത് മൊത്തത്തിലുണ്ടല്ല, കഴിക്കുന്ന ആളെല്ലാം ഞാനും അതിനുള്ള കണ്ടൻസും അതിനുള്ള ഗുണഫലങ്ങളും അളന്ന് തൂക്കിയാൽ നിങ്ങൾ ആരും തിന്നണ്ട. തൂക്കം നോക്കിയാൽ ചിലതിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും. അതുണ്ട്. ചിലപ്പോൾ ആ ദാത്തിൽ കൂടിയത് ചിലക്ക് പറ്റുണ്ടാവും, ആപേക്ഷികമുണ്ടാവും. അപ്പം മുത്തലക്കായിട്ടുണ്ടാവും, മുക്കയ്യതായിട്ടുണ്ടാവും. ഇപ്പോൾ അരിയ ഗോതമ്പ നല്ലതെന്ന് പറഞ്ഞാൽ എന്താ ഉത്തരം പറയലി? മുത്തലക്കെടുത്ത് നോക്കിയാൽ ഏതാ നല്ലത്? അപ്പോൾ ആ ഗോതമ്പത്തിൻ്റെ അതിനേക്കാണ് തഫ്ളീൽ കിട്ടിയതിരുന്ന് ഒന്നും ചിന്തിക്കണ്ട. ഗോതമ്പത്തിൻ്റെ ദാത്തുകൊണ്ട് തഫ്ളീൽ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അരിക്കും അതിൻ്റെ ദാത്തിൽ തഫ്ളീൽ ഉണ്ടായിക്കൂടെ? അപ്പം ഇതിൻ്റെ ഒക്കെ ഫൈറ്റിംഗ് ഉണ്ടാക്കുക. അരിയും ഗോതമ്പും തമ്മിൽ ഫൈറ്റിങ്. ഗ്രൂപ്പ് എ അരി, മറ്റേത് ഗോതമ്പോ. അടി ഇത് കേസ് ഉണ്ടാക്കുക. വക്കീലന്മാർക്ക് പണി കിട്ടി. പക്ഷെ അല്ല പറഞ്ഞ് വനുഫല്ലിലു, നമ്മളെ തഫ്ളീലാക്കിയിട്ടുണ്ട്. ബഅദഹ, അതിൻ്റെ ബാള് എന്തിൻ്റെ? ഈ ജന്നാത്ത്, അനാബ്, എന്നൊക്കെ പറഞ്ഞിരുന്നു. അതാണ് അലാബ് ഫിൽ ഉഖുൽ, തിന്നുന്ന വിഷയത്തിൽ. ചിലതൊക്കെ ഔഷധ വീര്യം കൊടുത്താലായിരിക്കും തിന്നാൻ പറ്റില്ല. ചിലപ്പോൾ തിന്നുന്ന ഭാഗം കൂടും, ഔഷധം കുറയ്ക്കും. ചിലതിന് രണ്ടും ഉണ്ടാകണം. ഔഷധവും ഭക്ഷണമായിട്ട് ഒഴിവാക്കുന്ന പ്രിപ്പറേഷനിൽ വ്യത്യാസം ഉണ്ടല്ലോ. നമ്മൾ കഴിക്കുന്ന ചോറും കഞ്ഞി എന്താക്കണം? ആഹാരം നിലക്കാൻ നമ്മൾ കഴിക്കുന്നു. ഔഷധം നിലക്ക് ചോറ് വയ്ക്കലുണ്ടോ? പക്ഷെ അതുണ്ട്. രോഗപ്രതിരോധങ്ങളും രോഗശമനത്തിനെല്ലാം അല്ലാഹു അടക്കിയത്. എന്നിട്ടോ നല്ല അക്കലോട് ചിന്തിക്കുന്ന അവനെയും വരുന്നു. എല്ലാത്തിനും വർക്ക് ചെയ്യണം. അക്കലും പോകണം, അക്കലിൻ്റെതായ പണി തപ്പുറം പോകണം. എന്നാൽ തിരിയേണ്ടെല്ലാം തിരിയും. അപ്പോൾ നമ്മളെ വെളിമാറിപ്പോണ്ടാണ് ചിന്തിക്കണ്ട്. ബൊക്കാനളഹു സമ്മറിൻ്റെ അടയാണ്. ഇത് നല്ല പഴങ്ങളുണ്ട്, പക്ഷേ തോട്ടം കൊണ്ട് ഇയാൾ ഊറ്റം കൊള്ളുകയാണ്. രണ്ടാളെന്ന് പറഞ്ഞില്ലേ? അതാ സാഹിബിനോട് പറയുന്നത്, നിന്നാക്കാണ് ഞാനാരാന്ന്, വലിയ സമ്പത്തിൻ്റെ ഉടമയാണ്, ധാരാളം ആളുകളും ആശ്രിതരും പിൻഗാമികൾ എനിക്കുണ്ട്, നീ ഒന്നിനും കൊള്ളില്ലാടാ. സഹോദരനോടാ പറയുന്നു. മറ്റേ പാവം ആയിക്കോട്ടെ, അല്ല അന്നെങ്ങനെയാക്കിയെന്നേ, ഒരു കാലത്ത് നിന്നങ്ങനെ തന്നെ നശിപ്പിച്ചിട്ട് ഒന്നുമില്ല ഉണ്ടാക്കിയിട്ട് അന്നിങ്ങനെ ആക്കാൻ അല്ല കഴിയൂലേ? കിബറുണ്ട്. റജുബിന് പുറമെ കിബർ പ്രകടമായി. അതപ്പുറം പറയുന്നതാ, وَدَخَلَ جَنَّتَهُ وَهُوَ ظَالِمٌ لِنَفْسِهِ قَالَ مَا أَظُنُّ أَن تَبِيدَ هَذِهِ أَبَدًا. അപ്പം അയാൾക്ക് വിശ്വാസത്തിൽ തന്നെ പൊളിഞ്ഞി. തോട്ടത്തിൽ കയറിയിട്ട് ഇയാൾ പറഞ്ഞു, ഇത് നശിച്ചു കൊണ്ട സാധനമൊന്നുമല്ല, ഇതിൻ്റെ വേരുറപ്പ് നോക്കടാ, ഇതിൻ്റെ ഫലപുഷ്ടി നോക്കണോ, ഇഷ്ടംപോലെ വെള്ളമുണ്ട്, ഇഷ്ടംപോലെ വളമുണ്ട്, കായുണ്ട്, ഇത് നശിക്കാനാണ്. അന്തമിതഹി അബദ. ഇങ്ങനെ മൊത്തം നശിക്കുമ്പോഴാണ് ഖിയാമത്ത്. അതുകൊണ്ട് ഖിയാമത്ത് നാട് എന്ന സാധനം ഒന്നും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്ന പോലുമില്ല. അയാളുടെ അടുത്തേക്ക് എത്തിയപ്പോൾ അക്കീദയിൽ പഴിച്ചു. ഇനി അഥവാ ഉണ്ടായി, ഇവിടെ നിന്ന് തന്നല്ലേ, ഇത് അല്ല അടിയില്ലേ, വാങ്ങാൻ ഞാനുമില്ല ഇവിടെ. വല ഇറുദിതു ഇലാ റബ്ബി ലഅജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബ. അങ്ങനെ അഥവാ എന്നിട്ടിട്ടാ പറഞ്ഞത്, ഉണ്ടെങ്കിൽ, അഥവാ ഉണ്ടെങ്കിൽ റബ്ബിനെ കൊണ്ട് മടക്കപ്പെട്ടാൽ ഇതേ റബ്ബ് അവിടെയുണ്ട്, ഇതേ വാങ്ങുന്ന ആൾ ഞാനും ഉണ്ട്, ഇതേമാതിരി തോട്ടങ്ങൾ എനിക്ക് തരും, ഇവിടെ തന്നോനല്ലേ അവിടെയും തരേണ്ടത്.
അപ്പം മറ്റൊരു മറുപടി قال له صاحبه وهو يحاوره أكفرت بالذي خلقك من تراب ثم من نطفة ثم سواك رجلا. മറ്റാൾ ധിക്കാരൊന്നും പറയുന്നില്ല. ആടനെ നാടനോത്തുണ്ടേ. ഇപ്പം നാടൻ്റെ കാലം എന്നല്ല, നാടനുണ്ട്, തനി നാടനുണ്ട്. ചോറുള്ളിപ്പോൾ ഏതാ നല്ലത്? തനി നാടനാ. 20 റുപ്യ കൊടുക്കൊണ്ടു. മറ്റേത് 150 റുപ്യ മിനിമം ബില്ല് ഉള്ളൂ. നാടനറിയാ എന്താണ്? ആ കഫർത്താൻ സ്ഥാനത്ത് അക്ഫർത്ത. അതിങ്ങനെ കാണാപ്പാടം തിരിച്ചു നോക്കിയിട്ടാൽ മതി. അക്ഫർത്താൻ എന്തിനാ ഞാൻ കാണാപ്പാടം ഒതുന്നതെന്ന് ബേക്കില്ലാക്കി തിരിയണ്ടേ? ചിലരുണ്ടാവും വണ്ടി ഓടിച്ചു കൊടുക്കുമ്പോൾ ശാരിക്കങ്ങ് വിട്ട് ഞാൻ അങ്ങനത്തെ വണ്ടി ഓടിക്കുന്ന ആളാണ്. പക്ഷെ വണ്ടിയത് കുണ്ടിലൂടെ അല്ല തിരിയല്ലേ. അക്ഫർത്താന്നില്ല, ആ കഫർത്ത. ആ കത്താൽ തന്നെ അടിയും വരും നാടൻ. മുമ്പ് ഒരു മലവിനോട് ചോദിച്ചോ നെങ്ങി അപ്പം അള്ളാഹ്ക്ക് ചോറ് കൊടുക്കാൻ തുടങ്ങിയിരുന്നു. അറിയാ അതില്ല. അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ. പിന്നെ ഹാദ ത്വആം. ഓക്കെ, ഈ ഭക്ഷണം അല്ലാഹു തആല നൽകി. അല്ലാഹു തആലാക്ക് ഹംദ്. പിന്നെ വറസഖ്നാഹു. അതാണ് റസഖ് എന്ന് പറയുമ്പോൾ റാക്ക് ഫതഹ്, സായിക്കും ഫതഹ്, കാഫിന് സുക്കൂന് കൊടുത്തിട്ട് വായിച്ചാൽ റസഖ്നാഹു. ഇതേ ഭക്ഷണം നാം അള്ളാഹ്ക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അള്ളയും നമ്മുടെ കൂടെ കഞ്ഞി കുടിച്ചിട്ടുണ്ട്. എന്നായി ഞാൻ കഞ്ഞി കുടിക്കുമ്പോൾ അള്ളയും കഞ്ഞി അള്ളാഹ് കൊടുത്ത കാര്യം ഞാൻ നമുക്ക് കിട്ടിയതാണ്. അള്ളാഹ് വന്നത് എവിടെ തെറ്റിയത്? വറസഖ്നാഹു എന്ന് പറഞ്ഞപ്പോൾ കിട്ടിയത്. അവിടെ എങ്ങനെ വായിക്കണ്ടേ? വറസഖ്നാഹു. കാഫിന് 10 വായിക്കുക. അന്നേരം എന്താക്കും? നമുക്ക് റിസ്ക്കാക്കി അവൻ നമുക്ക് തന്ന്. അള്ളാഹ് ഭക്ഷണം കഴിക്കുമെന്ന് അർത്ഥം കിട്ടൂല. ഇതാ നാടനും തനിനാടനും തമ്മിലെ വ്യത്യാസം. സംസാരിക്കുന്നു മഹാവറ. അയാളുടെ അപ്പുറം പറഞ്ഞില്ലേ ബഹുവജു ഹാവിറുഹു. അതായത് മറ്റേയാളെ സംസാരത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് സംഭാഷണം നടത്തുകയാണ്. അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബ്. മണ്ണിനാൽ സൃഷ്ടിച്ച നിന്നെ സൃഷ്ടിച്ചിരിക്കുന്ന റബ്ബിനെ നീ കളമ്പാക്കുന്നോടോ. അപ്പം എന്താ ചെയ്യുക? അസല് മുതലേ ഊപ്പർ തുടങ്ങി. സുമ്മ മിന്നുത്തുഫ സുമ്മ മിന്നത്തുഫത്ത്. ആദ്യം തുറാബിലേക്ക് മടങ്ങി. അസല് പറയുമ്പോൾ എന്താക്കും? അസലത്തെ തുറാബ് എന്ന് പറയും, വേറെ സ്ഥലത്ത് തീൻ എന്ന് പറയും, വേറെ സ്ഥലത്ത് സൽസാലും കൽ ഫഖാർ എന്ന് പറയും, മറ്റൊരു സ്ഥലത്ത് ഹമഹിം മസ്നൂൻ എന്ന് പറയും. എല്ലാം ഒന്നാണ്. എന്തുകൊണ്ട്? തനിച്ച ഏക മൂല്യം നോക്കിയാൽ തുറാബ്. തുറാബിൻ്റെ കൂടെ വെള്ളം കലർത്തി കഴിഞ്ഞിട്ട് കലക്കിയിട്ട് ആക്കി കഴിഞ്ഞാൽ എന്താകും? തീനായി. അപ്പോൾ 2 മൂല കണ്ടില്ലേ? പക്ഷേ മാസം കിട്ടിയാൽ എന്തെങ്കിലും ഒന്ന് ലെവലാക്കിയിട്ട് ഒരു പുതിയ പ്രിപ്പറേഷൻ ഉണ്ടാക്കും. തീനായില്ലേ? ഇതെന്താക്കണം? നല്ലോണം ലെവലാകാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല കൊത്തി ചതച്ചിട്ടെല്ലാം ഉണ്ടാക്കിയിട്ട് അപ്പോൾ ചളിയാവും. ഹമക്കും മസും. അപ്പോൾ പുളിച്ചു അറിയില്ല ചെയ്യും. ഹമക്കും മസും കുറച്ചൊക്കെ എന്താക്കും? അതിൻ്റെ വെള്ളം വറ്റിച്ചളിയാം. വെള്ളം വറ്റിക്കുമ്പോൾ ഇങ്ങനെ കൊട്ടിയാൽ ഒച്ച സൽസാലും കൽ ഫഖാർ. നമ്മളെ കൊടുക്കലും പോലെ കൊടുക്ക വാങ്ങാൻ പറ്റില്ല. നിങ്ങളിങ്ങനെ കൊട്ടല്ലേ, ഒരു കൊട്ടുകൊട്ടലല്ലേ? അത് കീറുണ്ടോ നോക്കാൻ വേണ്ടി ഇട്ടത്തേക്കാ പിടിക്കുക. എന്നാൽ കീറലുണ്ടാവില്ല. അതാണ് ഇരളുകൊണ്ട് ഒട്ടടക്കൽ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ തുറാബ് വിട്ടിട്ട് അടുത്ത സ്റ്റേജ് എന്താക്കും? ആദം അലൈഹിസ്സലാം മുതൽ പിന്നെ നുത്ഫത്തിലേക്ക് മറിച്ച് അതങ്ങ് ഇങ്ങോട്ട്. അപ്പം മുസ്തഖർ മുസ്തൗദായ, മുസ്തഖർ മുസ്തൗദായ, മുസ്തഖർ മുസ്തൗദായ. മുസ്തഖറാന പിതാവ്, മുസ്തൗദ മാതാവിൻ്റെ ഗർഭാശയം. എന്നിട്ട് സുമ്മ സവ്വാക റജുല. ഈ കാണുന്ന കോലത്തിൽ നിന്നെ നല്ലൊരു വ്യക്തിത്വം നൽകിയിട്ട് കയ്യും കാലൊക്കെ നല്ല ക്ഷമമായി സംസാരിക്കാനും സംസാരിച്ചിട്ട് അവസാനം അള്ളാഹനെ തന്നെ തള്ളി പറയുന്ന അവസ്ഥയിലേക്ക് നീ മുഖലില്ലേ? അവിടെ നോക്കാം. അല്ല, എല്ലാ ഉമ്മത്തിനും അടിസ്ഥാനത്തിൻ്റെ മാറ്റം ഇല്ലാന്നാണ് എത്ര തവണ പറഞ്ഞതാണ്. ഈ ആദം അലൈഹിസ്സലാം കൊണ്ടാണ് ദീനേതാണ്. അല്ല, ചിലർ ഇപ്പം പറയുന്ന മുത്തനബി കൊണ്ടാന്നാണ് ഇസ്ലാം ദീൻ. അല്ലല്ലോ,
ഉസൂലിൽ ഒരു മാറ്റമില്ല. ദീനിൻ ഉസൂലിൽ എന്താണോ പറഞ്ഞത് എല്ലാവർക്കും ഒന്നേ അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി. ഞാൻ പറഞ്ഞതിൽ ഏറ്റവും അഫ്ദൽ തങ്ങൾ റസൂലായിക്കൊണ്ട് ഏതാണ് 4 നൂറ്റാണ്ട് കാലം പറഞ്ഞിട്ടില്ലേ, അതിൽ അഫ്ദൽ അതിൻ്റെ ബേസിക്കൽ അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ തൗഹീദിന് മാറ്റമില്ല. അല്ലാഹു തആലാക്ക് വാജിബായ സിഫാത്തിൽ മാറ്റമില്ല, മുസ്തഹിലായ സിഫാത്തിലും മാറ്റമില്ല, ജായിസായ സിഫാത്തിലും മാറ്റമില്ല. പിന്നെന്താ റിസാലത്തല്ലേ, റിസാലത്തിൻ്റെ 4 4 8 1 9 ഇല്ലേ, അതിലും മാറ്റമില്ല. പിന്നെ മരിക്കലുണ്ട്, അതിന് ആർക്കും തർക്കം ഉണ്ടാവില്ലല്ലോ. മരിച്ചതിന് ശേഷം വീണ്ടും എണീപ്പിക്കലുണ്ട് എന്നുള്ളതും അതിന് മാറ്റമില്ല. ഹിസാബ് അതുപോലെ തന്നെ കണക്ക് ചോദിക്കൽ, നീതിയോടുകൂടിയുള്ള വിധി, ഇതിലും രക്ഷയും ശിക്ഷയും ഇതിലൊന്നും മാറ്റമില്ല. ഫുറൂഇയായ കാര്യത്തിൽ മാറ്റമില്ല. അതിൽപ്പെട്ടാണ് മാതാപിതാക്കന്മാരുടെ അതബ്. ചില നിസ്കാരങ്ങൾക്ക് ഖിബിലക്ക് മാറ്റം ഉണ്ടാകാം. കാരണം തവജ്ജുഹിനുള്ള ഒരു ഉപാധിയാണ് അല്ലാഹു തആല കൊടുത്തത്. നിങ്ങൾ ഇന്നയിലേക്ക് തവജ്ജുഹാണ്. അള്ളാഹ്ക്ക് അങ്ങനെ ഭാഗവെച്ച് പ്രത്യേക പക്ഷപാതമൊന്നുമില്ല. പക്ഷെ അല്ലാഹു തആല ആദ്യമായെടുത്ത ഭവനം അവിടെ എത്രയോ മലായിക്കത്ത് തവാഫ് ചെയ്ത്, അമ്പിയാക്കൾ അതിന് ഖിദ്മത്തെടുത്ത് തവാഫ് ചെയ്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് തവജ്ജുഹിനെ ആഗ്രഹിച്ചു, പിടിച്ചോ, തങ്ങളുടെ ആഗ്രഹം വലിയിട്ടു. എന്നിട്ട് പറഞ്ഞു ഫൈനമാത്ത് പോലെ വസമ്മ വജുഹുല്ല, കഅബയ്ക്ക് അല്ലാഹ് മാത്രം നിൽക്കുന്നുണ്ടെന്നും വിചാരിച്ചക്കണ്ട, അള്ളാഹ്ക്ക് ജിഹത്തിന് വിഷയമില്ല. അപ്പം എല്ലാവരെയും ഒരു ജിഹത്തിലേക്ക് ഏകീകരിക്കാനുള്ള സംവിധാനമാണ് ഇങ്ങോട്ട് തിരിഞ്ഞോന്ന് പറയും. എവിടെ നോക്കിയാലും ആ വിഷയത്തിൽ ഇഖ്തിലാഫില്ല. ഫുറൂഇയായ ചില കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാവും, അതിപ്പോൾ ഇല്ലേ. യാത്രക്കാരൻ്റെ ഹുക്കം പോലെ ആ മുഖീമിൻ്റെ ഹുക്കം, രോഗിക്കുള്ള ഹുക്കം പോലെ ആരോഗ്യവാനുള്ളത്, പെണ്ണുങ്ങൾക്കുള്ള ഹുക്കുമിനെ മാറ്റില്ല ആണുങ്ങൾക്ക് വെച്ച് ഉണ്ട്. മസ്ജിദുൽ അഖ്സയുടെ മേലെ എന്താണെന്ന് നമുക്ക് നിശ്ചയിട്ടിട്ടില്ല. മൂസ അലൈഹിസ്സലാം ആദ്യകാലത്ത് പിന്നെ മസ്ജിദുൽ അഖ്സയിലേക്ക് മാറ്റി. ഇബ്രാഹിം അലൈഹി സ്വലാമിന് പ്രത്യേക ക്യാബ കൊണ്ടുള്ള ഈ ഖിബില കൊണ്ടുള്ള തക്ലീഫും ഇല്ലല്ലോ. ഓറ് മുന്നിടാന്നല്ലാതെ കണ്ട് തക്ലീഫില്ലല്ലോ. നിസ്കാരത്തിൻ്റെ ഒരു ഭാഗമാക്കിക്കൊണ്ട് വെച്ചത്. ചിലപ്പോൾ അത് അപ്പമാക്കുന്ന സമയമുണ്ട്. ഫുറൂഇയാത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം. ആ ഏറ്റക്കുറച്ചിലാണ് ചില ഇമാമികൾ വ്യാഖ്യാനിക്കുന്ന ഇന്ന് മദ്ഹബിൽ കാണുന്ന ഖിലാഫുകൾ അതിലേക്ക് മടക്കാം. അബ്ദുൽ വഹാബ് ഷറാനി ഇമാമൊക്കെ ചില ലക്കലുകൾ ഉദ്ധരിക്കുന്ന കാണാം. അംഗീകരിക്കപ്പെട്ട മദ്ഹബിലുള്ള ഇഖ്തിലാഫ് പഴയ കാലത്തിലെ ഫുറൂഇയാത്തിന് ഇഖ്തിലാഫാണ്. അതാ എന്നിട്ടോ ലാക്കിന്ന അവിടെ ലാക്കിന്ന ഇതൊന്നും ഓതണ്ടേ, തെക്കിട്ടിട്ടോ ഓതൊന്നും വേണ്ട. അവിടെ എങ്ങനെ ഓതിന് അന്ന് അവിടെ ആലിപ്പോ ഒരു ബടിയോ ഒരു സുക്കൂനൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെ അടിച്ചോതുന്ന അവസരത്തിൽ അവിടെ ശ്വാസം മുട്ടിപ്പോയ ലാക്കിന്ന അലിപ്പാക്കി. പക്ഷെ അത് വഖഫിൻ്റെ മഹല്ലല്ല, ജുംല പൂർത്തിയായും ചെയ്യൂല. അപ്പം തിരിച്ചോതുമ്പോഴോ ലാകിന്നഹുമല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിറബ്ബി അഹദാ. ലാക്കിൻ ഞാൻ അവിടെ 2 കലിമത്തുണ്ടെന്നാണ് ഒറ്റയാക്കിയതാണ്. ലാക്കിൻ അനാന്നാ ഉണ്ടായാൽ എൻ്റെ അവസ്ഥ പറയണ്ടേ. ഞാൻ ആ അള്ളാഹിനെ വിശ്വസിക്കുന്നവനാണ്, അവനോട് യാതൊരു വസ്തുവിനെയും ഞാൻ ശിർക്ക് വെക്കൂല, ഞാൻ മുവഹിദാണ്. എന്നിട്ടൊരു ഉപദേശം ചോദിക്കുകയെന്ന്, ഈ സമ്പത്ത് കൊണ്ടും മറ്റു ഊറ്റം കൊള്ളുന്നതിന് പകരം ഒരു കലിമത്ത് പറഞ്ഞുകൂടായിരുന്നു. എന്താ പറയല്, വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാ ശാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിന്റെ തോട്ടത്തിൽ കയറിയിട്ട് ഈ തോട്ടം കൊണ്ട് വേണ്ട അഭിമാനിക്കുന്നതിന് പകരം മാ ശാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞുകൂടാടിക്കാക്ക. അപ്പോൾ ഇതെന്താന്ന് മുഫസ്സിരീങ്ങളൊക്കെ പറയുന്നത്, ഒരു മനുഷ്യന് കുറേ നിഅമത്തുകളുണ്ട്, അതെല്ലാക്കുമ്പോൾ
ഇതുകൊണ്ട് ഊറ്റം കൊണ്ട് വരുമ്പോൾ മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയണം. എന്നാൽ ഉജുബുകൊണ്ട് വരാതിരിക്കാനും അതുകൊണ്ട് എന്തെങ്കിലും ആപത്ത് സംഭവിക്കാതിരിക്കാനും എന്താകും, അത് അല്ലാഹു തആല കാവലാക്കും. മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഈ മാൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടൊന്ന് 33 മാ ഉണ്ട് അറബി ഭാഷയിൽ. ഏത് ലൈനിൽ പെടുത്തുക? മാ മുബ്തദിയാക്കുക അല്ലേ, മാ മൗസൂലിയാക്കുക, ദർഫിയാക്കുക, മസ്തരിയാക്കുക, ഏതൊന്നാക്ക്. ബിസ്മില്ലാഹി എന്ന് മാത്രം പറഞ്ഞാൽ അസ്സല് കൂടുമല്ലോ. മാഷാ അല്ലാഹ് ബാക്കിയുടെ അപ്പം അല്ലാഹ് ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ്. പക്ഷെ അവിടെ ജുംല മുർജിയിട്ടുണ്ടല്ലോ, മുത്തഅല്ലിഖ് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അവിടെ ബാൻ്റെ താലൂക്കവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ താലൂക്കവിടെ ഇങ്ങനെ കുളത്തി നിൽക്കുന്നുണ്ടല്ലോ കണക്ഷൻ കൊടുക്കാൻ. ഇവിടെ എന്താ താലൂക്കുള്ളത്? അല്ല, അങ്ങനെ എന്തെല്ലോ തെറ്റ് പറഞ്ഞിട്ട് തെറ്റ് ന്യായീകരിക്കാൻ നമ്മൾ സമയം കളയണ്ട. എത്ര ന്യായീകരിച്ചാലും അത് തെറ്റ് തെറ്റും, തെറ്റ് തെറ്റന്നെയായിരിക്കും. അത് കുറേ ന്യായീകരിച്ചിട്ട് വൃത്തിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആടം വരെ പറയണോ? ആ കുൽത്താൻ്റെ മക്കൂലാണ് പറയാമായിരുന്നില്ലേന്ന്. അത് ലൗലായിട്ട് അയാളെ പ്രേരിപ്പിക്കുന്നു. ഓല ഉല കുൽത്ത ഒന്ന് പറയാമായിരുന്നില്ലേ? എപ്പോഴ് ഇത് ദഖൽത ജന്നത്തക്ക എന്ത് പറയണം? കുൽത്താക്ക മക്കൂൽ ഏതാണ്? മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാ. ഒരാൾ നല്ല പ്രസംഗം ചെയ്തു ഹോഹോഹോതാക്കി മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാ. അത് മറ്റൊരു ദിക്ർ. ഈ ദിക്റിൽ ഇത്രയേ ഉള്ളൂ. മാഷാ അല്ലാഹു കാന മാ മുബ്തദ, മാഷാ അല്ലാഹു കാന കാന ഖബർ. എല്ലാത്തിലും പൊടി പാറില്ലേ? ആ പൊടി പാറുന്നെങ്കിൽ നിങ്ങൾ നേറ്റ് പൊടി പാറിക്കൂടെ അള്ളാഹിനെ കലിമത്തിൽ പൊടി പാറാന്നെന്താ ന്യായം? അതിൻ്റെ ന്യായം പറ. നമ്മൾ ഉപ്പായത്തുണ്ടാകും ചെറിയ പല കൊണ്ട് തരും. അവർക്ക് ഉമ്മറ പട്ടിയിൽ ഫ്രൈം ചെയ്ത് വെക്കാനാണ് എന്തെങ്കിലും ഇപ്പം എന്താക്കും 756 എഴുതി കൊടുത്തു. അതുകൊണ്ട് തൃപ്തിയായില്ല. അപ്പം ഞാനൊക്കെ ചോദിച്ച് ബിസ്മി പൊടി പാറില്ലേ? അടിച്ചു വരുന്ന പൊടിയും കാട്ടാലും അതിൻ്റെ മുകളിൽ പിടിച്ചത് ആരെ തുടക്കുക? ഫ്രൈം ചെയ്ത് വെച്ചാലും തുടക്കണം, പൊടി തുറക്കണം. ബഹുമാനിക്കൂല്ലെങ്കിൽ ഒന്നും ആക്കാൻ പറ്റില്ല. ആ എല്ലാം കേൾക്കും. നമ്മൾ അത് ദ്രവിച്ചു പോയി. അബദ്ധമായിട്ട് കളയുന്നു. അതിനൊന്നും നമ്മളിപ്പോൾ അനുവദിക്കുന്നില്ല. ബോർഡ് ചെയ്യുമ്പോൾ അടിയിൽ എന്തെങ്കിലും വെക്കും. ഈ പൊടി പേറുന്നത് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിക്ക് ന്യായം ചോദിച്ചത്, ഒരു പ്രാവശ്യം വെള്ളമെടുത്തിട്ട് ഫാത്തിഹ വെച്ചിട്ട് ഊതിയാൽ ആ വെള്ളത്തിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. എന്താ ഉള്ളത്? കുടിക്കുന്നില്ലേ? വിഷത്തിന് ചോദിച്ചാൽ വിഷം മാറുന്നില്ലേ? പുണ്ണുണങ്ങുന്നില്ലേ? ഇതെന്താ ഉള്ളത് പറഞ്ഞിട്ട് ഈ വെള്ളത്തിനെ കണക്കറിഞ്ഞ എന്താണ് ഉള്ളത്? H2 തന്നെയല്ലേ ഉണ്ടാകുന്നത്. പക്ഷേ H2 ഇല്ലാത്ത എന്തോന്നാണ് ഇത്. എന്താണത്? എന്നാൽ പിന്നെ അള്ളാഹുവിൻ്റെ കലിമത്ത് എഴുതിയ പൊടി ഊർത്തിക്കഴിഞ്ഞാൽ അതിനുണ്ടാവുമല്ലോ അതിൻ്റെ വർക്കത്ത്. ഇതിപ്പോൾ അരമയിലൊക്കെ നമ്മൾ കളിയാക്കല ഉപ്പാനാണ് ഇങ്ങനെയൊക്കെ കാട്ടുന്ന. ചുരുക്കത്തിൽ എല്ലാം ഉണ്ട്. ബഹുമാനിക്കപ്പെടേണ്ട സാധനത്തിനെ ബഹുമാനിക്കാത്തതാണ് ഇല്ല കുലുമാല മുഴുവൻ. നമ്മളിപ്പോൾ പെരുന്നാളിൻ്റെ അടുത്ത ദിവസം ഞാനും ജാബിറും സാലി ഉസ്താദും കൂടി വലിയൊരു ഷെയ്ഖിനെ കാണാൻ പോയി. വലിയൊരു മഹാനാണ്. മഷായിൽ അഹമ്മദ് മഷായിലിൻ്റെ സയ്യിദാണ്, നല്ല ആലിമുമാണ്. പിന്നെ കണ്ടാൽ നമ്മളെ ബഹുമാനപ്പെട്ട ആലിക്ക് ഉസ്താദിന് വെച്ചാൽ മാറിക്കും. ഉറ കാണാത്ത ആൾ ഉറ കണ്ടാൽ മതി. ആ താടിയും തലീക്കെട്ടും പേശൻ എല്ലാം കണ്ടടൻ്റെ കാല് വരെ ഒത്തും. മൂപ്പർ എന്നോട് ചോദിച്ചു, അദബിന് അനുസരണത്തിന് ബഹുമാനവും മുൻഗണന. അവൻ അദബിന് മദ്ദലീൽ അലാദാലിക്ക് അതിൻ്റെ ദലീലെന്താണ്? ഞാൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്തൊരവസരത്തിൽ എന്താക്കി എല്ലാവരും പറഞ്ഞിട്ട് സിദ്ദീഖ് തങ്ങൾ ഇമാമത്ത് നിന്നു. അപ്പോൾ തങ്ങളെവിടെയോ പോയിട്ട് കുറച്ച് വൈകിയതാണ്. വൈകി എത്തിയപ്പോൾ എന്താക്കി സിദ്ദീഖ് തങ്ങൾ ഇമാമത്ത് സീറ്റിൽ നിന്ന് ബേക്കോട്ട് വിളിച്ചിട്ട് സീറ്റ് ഒഴിഞ്ഞു കൊടുത്തു മുമ്പിലെ. രോഗം വന്നപ്പോൾ അത് പിന്നെ പ്രത്യേക സാഹചര്യത്തിലാക്കിയതാണ്. ഇവിടെ അതല്ലല്ലോ. അവിടെ തന്നെ നിൽക്കുക നിശാലത്താക്കിയ സിദ്ദീഖ് തങ്ങൾ നിന്നില്ല, സീറ്റിലേക്ക് വന്നു. തങ്ങൾ കയറിയെന്ന് നിസ്കാരം പൂർത്തിയാക്കി.
എന്താ സിദ്ദീഖേ, ഞാൻ നിന്നോട് കൽപ്പിച്ചില്ല അവിടെ തന്നെ നിൽക്കുക, നീ എന്താ സ്വീകരിക്കാൻ? തങ്ങളെയും വെച്ചിട്ട് അബൂബക്കറിന് മുന്നേ കയറാൻ അധികാരമില്ല, ആ പവർ എത്തിയിട്ടില്ലെന്ന്. അപ്പം ആ മറുപടി എന്താക്കി തങ്ങൾ എതിർത്തിട്ടില്ല. അപ്പം നിൽക്കുക എന്ന് പറഞ്ഞത് അമ്രാണ്, പിന്തിയത് അദബാണ്. അദബിന് ഇങ്ങനെ നഹാം ദലീലുന്നാഹാർ. ഞാൻ പറഞ്ഞു ഹുദൈബിയ്യ സന്ധിയിൽ കരാർ എഴുതിയില്ലേ, എന്നിട്ടോ മുഹമ്മദുർ റസൂലുള്ളാഹ് അതേ. പക്ഷെ അത്ര റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ നമുക്ക് തർക്കമില്ലല്ലോ, പണ്ടേ ഒത്തില്ലേ. അതുകൊണ്ട് അവിടെയാണല്ലോ പോയിന്റ്. അതുകൊണ്ട് മുഹമ്മദ് അബ്ദുല്ല എന്ന് എഴുതിയാൽ മതി. അലി റളിയല്ലാഹുവിനോട് മാറ്റിയത് തങ്ങളൊക്കെ എഴുതിയത് ഞാൻ മാറ്റൂല എന്ന്. അപ്പോൾ കൽപ്പനയ്ക്ക് എൻ്റെ തങ്ങൾ കൈകൊണ്ടാ മാറ്റിയത്. ഞാൻ എന്നിട്ട് പറഞ്ഞു ഈ അദബ് എന്ന് പറഞ്ഞ സാധനം നഷ്ടപ്പെട്ടതാണ്. എല്ലാം ഉണ്ടായിട്ടും എല്ലാം. അപ്പോൾ ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ 1,00,000 ഉറുപ്പ്യൻ്റെ സമ്പത്ത് അതിൽ ചേർത്തിട്ടുണ്ടാവും. 10 പൈസൻ്റെ ഉപ്പിനേക്കും കുറവുണ്ടാവില്ലേ. അപ്പോൾ ഉപ്പില്ലാത്ത ഭക്ഷണം എല്ലാവരും കുറവ് അറിയും. ആകെ മുതലുണ്ട് എത്രയാണ്? 10 പൈസ. അപ്പം അദബ് എന്നുള്ള എന്താണ്, എല്ലാത്തിനും മാറ്റുകൂട്ടുന്ന സാധനമാണ്. അതാണ് ഇന്നില്ലാണ്ടായ. വെറും നിലത്ത് വെച്ചിട്ട് സഹീൽ ബുഖാരി ഓതും, ആൾ ചവിട്ടുന്ന നിലത്ത്. ഒരു സ്ഥലത്ത് ഞാൻ 3 ദിവസം ബാലിന് പോയി. ആ ബാലിൻ്റെ കാലത്തും കൂടെ അയാളോട് ആ സലാം ജില്ലയോ അമുലർക്കാനോട് തുറന്നിരിക്കുകയോ ചെയ്തിട്ടില്ല. എന്താണ്, അറമടയിലുള്ള കിതാബെല്ലാം എടുത്തിട്ട് തലയിട്ടിട്ട് ഇയാളെ തേച്ച് വെച്ച കുപ്പായനുള്ളിൽ ഇസ്തിരിട്ടിട്ട് നമ്മൾ കയറ്റി വെച്ച് കടക്കുന്ന നെക്കിൽ കിടക്കുമ്പോഴും കട്ടുമ്പോഴെല്ലാം ഉണ്ട് കിതാബ് മുസാഫ എല്ലാം. ഞാൻ പറഞ്ഞ് കിതാബ് ഇവിടെ വെച്ചിട്ടാന്ന് വെച്ചാലോ അത് വസ്ത്രത്തിന് ധൂളിയാകുന്നു. ഞാൻ ധൂളിയായാലും സോപ്പും വെള്ളവും എല്ലാം ഉണ്ടല്ലോ. കിതാബിന് ധൂളിയായാൽ കിതാബ് അലക്കാൻ കഴിയില്ലല്ലോ. ഇനി ഒന്ന് നിങ്ങളവിടെ കടന്നിട്ട് തിരിഞ്ഞും പറഞ്ഞ് കിടക്കുമ്പോൾ നിങ്ങൾ ലഡാക്കിലെ ബോംബാന്ന് വിട്ടണമെങ്കിൽ ഇതാരാ ഏറ്റെടുക്കേണ്ടത്? ഇതിൻ്റെ തീബ് നിങ്ങളെ തീബായിരിക്കും പുറത്ത് വരിക. കസ്തൂരിയല്ല നിങ്ങളെ വയറ്റേക്ക് പുറത്ത് വരിക. ആ തീബ് ആറ് ഏറ്റെടുക്കും. തീബെന്ന് പറയേണ്ടി വരുമല്ലോ, മറ്റും പറയാൻ പാടില്ലല്ലോ. കാരണം മുസാഫിനാക്കണം വലിയ ആളല്ലേ. ഞാനെന്താക്കി കഹ്റാനായിട്ട് തുണിങ്ങിപ്പോയാൽ പാരി പുറത്തിട്ടിട്ട് സൈബർ കിതാബും എല്ലാം അതിന് വിളി എടുത്ത് വെച്ച്. അപ്പോൾ ഞങ്ങളായിട്ട് ഫൈറ്റിങ് ആയി. അയാളെ വെച്ചോണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കും. അങ്ങനത്തെ ഒന്നും തുടരാൻ പറ്റില്ല. നിങ്ങളെ മതബന്ധം നമുക്ക് അറിഞ്ഞൂടാ, നമുക്കൊക്കൂല. നല്ലതൊക്കെ കിട്ടുന്നതിന് നമുക്ക് ചാടാൻ പറ്റണം. നമുക്ക് ഓരോരുത്തരും ഓരോ ഡ്യൂട്ടിയുണ്ട്. അയാൾ വലിയ ആളുകളൊക്കെ തലിക്കെട്ടലുണ്ട്. തലിക്കെട്ടിന് ഈ തൊപ്പിക്ക് വലിയ സംശയമൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഉച്ചയ്ക്ക് വെച്ചാൽ നെറ്റിയൊന്നും മുട്ടൂല. കുരുത്തം കെട്ടെല്ലാം പോയി. സഹീഹുൽ ബുഖാരി എഴുതിയത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. എത്ര ലക്ഷത്തിൽ നിന്നാണ് തിരഞ്ഞെടുത്തത് മുമ്പ്? എത്ര കൊല്ലത്തെ അധ്വാനം. എന്നിട്ട് മദീനത്തൊരു പ്രത്യേക പള്ളിയിൽ ഇരുന്നിട്ട് ഒരു ഹദീസ് എഴുതണമെങ്കിൽ എന്താക്കും? കുളിച്ച് പുതിയ വസ്ത്രം ധരിച്ച് സുഗന്ധം തേച്ച് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് എൻ്റെ അധ്വാനത്തിൽപ്പെട്ടിടത്തോളം സഹിഹായി വന്ന ഹദീസാണ്. അവിടെ തങ്ങളോട് സമ്മതം എടുത്തിട്ട് ഇസ്തിഖാറത്ത് ചെയ്തിട്ടാണ് ഓരോ ഹദീസും സഹീഹ് ബുഖാരി പട്ടികയിൽ ചേർത്തത്. അപ്പോൾ എത്ര 1000 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കിയിട്ടല്ലോ. എത്ര വട്ടം കുളിച്ചിട്ടുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കിയിട്ടല്ലോ. ഇത് പത്രം കണക്കാണ്. ഇതാന്തൊക്കെ പെയിൻറ്റിങ് പൊളിച്ചിട്ടുണ്ടെങ്കിൽ നിലത്തോടെ ഇടും. ഇവിടെ നമുക്ക് കുറ്റക്കാത്ത ഖുർആനെ ബഹുമാനിക്കില്ല. പിന്നെ എന്തിനാ ബഹുമാനിക്കല്? മാസിക്കാൻ ഒരു പള്ളി കയറിയപ്പോൾ മുസാഫ് പോകണം നോക്കുമ്പോഴേക്ക് അതിൻ്റെ മേലോട്ട് കൂമ്പാരം പത്രത്തിൻ്റെയും മാസികൻ്റെയും ദിനപത്രത്തിൻ്റെയും മറ്റെല്ലാം. ഞാൻ ചെറിയൊരു JCB സംഘടിപ്പിക്കണം. എന്നിട്ട് ഇതെല്ലാം ബാധിക്കണം മുസാഫിനെ പുറത്തെടുക്കരുത്. ഇതൊക്കെ ബാധിച്ചടിച്ച് ഇവർ കോജ തന്നെയാണ്. മുസാഫ് ഉണ്ടാകാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താക്കുന്നത്? തേങ്ങിക്കരയുന്നു. അയ്യോ എൻ്റെ മേലെ ചിലപ്പം സാധനം വീണ്, എൻ്റെ മേലെ അങ്ങനെ വീണ് അങ്ങനെ വീടുന്നുണ്ട്.
മലായിക്കത്ത് ഉണ്ടാവും പൊട്ടിപ്പിലാകുന്നു. എന്തുകൊണ്ട് നമ്മുടെ മാതിരി ഇത് ഇതിനെ ബഹുമാനിക്കണം എന്ന് പറയുന്ന ഒരു കൂട്ടർക്ക് എന്തുണ്ടാകും? ഒരു മാനസിക വികാരം ഉണ്ടാവും. അതേ വികാരം മലായിക്കത്തിനില്ല. നക്കീറ്റ് മറിക്കല് നജസല്ല, നപ്പോട്ട് നജസല്ല, ചെന്നിട്ട് അപ്പം നജസല്ല. അപ്പം മുസഹാഫിൻ്റെ മുഖത്ത് കേൾക്കുമ്പോൾ നജസല്ല, ഇവൻ്റെ മുഖത്ത് കേൾക്കാൻ നജസായി. അവിടെ നപ്പിച്ചത് അപ്പം ഇവൻ്റെ ദുഃഖവും ഇവൻ്റെ കഫവും ഇതെല്ലാം ഏറ്റി അങ്ങനെയുള്ള സാധനം മുസാഫ് മുസാഫ്. ഇത് തന്നെയാണ് എല്ലാ ഗുരുമാരും കിഞ്ഞ് പോകുന്നു പറയുന്നതിന് കണ്ടീതാന്ന്. നിങ്ങൾ എന്താക്കിയാൽ വാക്കൂല, അത് പോകേണ്ടത് തന്നെ പോകേണ്ടി വരും. അല്ലെങ്കിൽ ആദ്യം തന്നെ വരുന്നാളാൾ എല്ലാ സൗകര്യം കൊടുത്തിട്ട് കൂട്ടാൻ പോയിട്ടല്ലേ കൊണ്ടാകുന്നത്. ഇതൊന്നും ഉലുൽ അൽബാബിന്റെ പട്ടികപ്പെട്ടതല്ല. പൊട്ടുപോയി. ولولا إذ دخلت جنتك قلت ما شاء الله لا قوة إلا بالله. ഇത് കണ്ണുള്ളാതിരിക്കാനെന്നല്ലാന്ന്. കണ്ണുള്ളെന്ന് പറഞ്ഞിട്ട് എന്താണ്? കണ്ണിന് സ്വന്തം തഹ്സീറുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഒറ്റ മുഅ്മിനും പറയൂല. തഹ്സീറുള്ളതായ എന്ത് സാധനം, ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെയാവട്ടെ, ആറ്റം തൊട്ടിട്ട് എവറസ്റ്റ് കൊടുമുടിയാവട്ടെ, എല്ലാ തഹ്സീറും കാണുന്നെങ്കിൽ അല്ലാഹു തആല വെച്ച തഹ്സീർ. മുമ്പേ പറഞ്ഞോന്നല്ലോ, ബാർനാഫി തഹ്സീറിന് ആകെ ഉണ്ടാകുന്നതാണ് മനുഷ്യനെ കൊള്ള ചേർത്തിട്ട് അതിന് ഇസ്തിമാൽ ചെയ്യുന്ന മനുഷ്യനെ കൊള്ള ചേർത്തിട്ട് ഒന്നിക്ക് ലറ് അല്ലെങ്കിൽ നഫ്സ്. ഇതല്ലേ ദാറുനാഫി ആരാന്ന്? അപ്പോൾ ലാറ് കൊണ്ട് എന്താക്കും? അല്ലാഹു തആല തജല്ലി ആയി കഴിഞ്ഞാൽ അത് ലാറായി. നഫ്സ് കൊണ്ട് തജല്ലി ആക്കിയാൽ നഫ്സായി. ലാറായ സാധനം തന്നെ അല്ലാഹു തആല തജല്ലി മാറ്റിയിട്ട് നാഫി ആക്കിയാൽ നാഫിയാവും. തിരിച്ചു ആകാം. എല്ലാം അല്ലാഹുവിനെ നോക്കി അതിൻ്റെ മുകളിൽ ഉറച്ചങ്ങ് നിൽക്കുക. അതുകൊണ്ട് ഇതിന് നഫ്സില്ല എന്നല്ല, ഉള്ള നഫ് അല്ലാഹു കൊടുത്തു കിട്ടും. ഭക്ഷണമായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള നഫ്സിന് വേണ്ടിയിട്ടാണ് പടച്ചതെന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ എന്തുകൊണ്ട് ഹുവല്ലദീ ഖലഖ ലക്കും ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅൻ. ചിലപ്പം ലറ് കണ്ടു കഴിഞ്ഞാൽ ലറ് എന്താക്കും? അതിന് മറിക്കാൻ കഴിയും. ചിലപ്പോൾ ലറുണ്ടാകാം, അല്ല ലറ് ചിലപ്പം ഊഹിക്കുന്നുണ്ടാവാം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. നല്ല മരുന്ന് പറഞ്ഞിട്ട് ഏതാണ്? ഞാനിത് തിന്നുന്നു. ലാ യദുറു, ഒരു ലറും ഉണ്ടാകില്ല. മഅ ഇസ്മിഹി, എൻ്റെ പേര് പറയലോടുകൂടി. ആരാന്ന്? ഇതിനെ ലാറാക്കി പടച്ച അല്ലാഹ് തന്നെയാണ് ചിലപ്പോൾ നാഫിയാക്കിയത്. അപ്പോൾ കണ്ണുള്ളെന്ന് പറഞ്ഞാൽ അന്നാല് ഇതിന് പ്രകാരം അത് ഉള്ളതാണ്, ഹദീസാണ്. വകം സാറ മിൻ ഇൻസാനി ബില്ലൈലി ബിൽ ഖമരി നമ്മൾ മിസ്ബാഹുൽ അലാമിലും എല്ലാം എഴുതിയിട്ടില്ലേ. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താക്കണം? മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ചില കുട്ടികളൊക്കെ നല്ല വയല് പറയും. അപ്പം എല്ലാവരും കൂടെ കൈയടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവസാനത്തെ വയലായിരിക്കും എൻ്റെ. മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇവൻ്റെ സ്വന്തം ഋജുബ് ഫലിക്കാതിരിക്കാനും മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ. മാഷാ അല്ലാഹ് അല്ലാഹ് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അർത്ഥം കിട്ടിയത്. അല്ലാഹ് ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. സ്വന്തം കണ്ടന്നെ പറ്റുമെന്നല്ലേ പറയുന്നു. അത് ഋജുബിൽ കൂടി എടുക്കും. പിന്നെ നോക്കൽ ചില അതായത് അതിൽ അസിൽ പറഞ്ഞെന്താണെന്നറിയോ? അസൂയയാണ് അതിനുള്ളിലുള്ള വിഷം. ഇപ്പം പാമ്പ് കടിച്ചാൽ എന്തുകൊണ്ടാണ് വിഷം കയറുന്നത്? വിഷത്തിൻ്റെ ഒരു സഞ്ചി ഉണ്ട്, ഒരു ബൾബ് ഇതിൻ്റെ മേലുണ്ടാക്കിൻ്റെ പുറത്ത്. അതിന് വിഷപ്പല്ല് എന്നിട്ടിങ്ങനെ മാടി വെച്ചിട്ടുണ്ടാവില്ലേ, അതെപ്പോഴും ഉപയോഗിക്കൂല. ഇങ്ങോട്ടേക്ക് ഇങ്ങനെ നമ്മളെ JCB മടക്കി വെക്കുന്നില്ലേ, ഇങ്ങനെ വച്ചിട്ടുണ്ടാവും. ഇത് പൈപ്പാണ് സാധനം.
ഇനി പല്ല് കീറി നോക്കിയാൽ കാണാം. എന്തെങ്കിലും പ്രതികരിക്കുകയോ ദേഷ്യം പിടിക്കുകയോ കടിക്കുകയോ ചെയ്യുമ്പോൾ എന്താ വിശപ്പില്ലെങ്കിൽ പുറത്തേക്ക് വരും. പൂച്ചക്കാണെങ്കിൽ മാന്താൻ പോകുമ്പോൾ നഖം പുറത്തേക്ക് വരും. അപ്പോൾ ഇതിങ്ങനെ പ്രസ് ചെയ്യലോട് കൂടി ഇതിൽ നിന്ന് എന്താക്കും, ആ വിഷം ഈ പൈപ്പിൽ കൂടി കടന്നിട്ട് ഈ കടിച്ച സ്ഥലത്തേക്ക് കയറും. ശരിയാ ഇഞ്ചക്ഷൻ. ആ വിഷപ്പല്ല് എന്നുള്ള 4 പല്ലെന്ന്. ഈ 4 പല്ലും കളഞ്ഞാൽ സാധാരണ പല്ല് പോലത്തെ ഉണ്ടാകുന്ന പാമ്പിന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതിന് പരിചയമില്ലാത്തതുകൊണ്ട് ജാഗ്രതയോ ഇതിനെ കാണുമ്പോൾ നമുക്ക് സ്വയം ഉണ്ടാകുന്ന ഒരു ബഹുമിയായ പേടിയല്ലാതെ ഒരു അസലിയായ പേടിക്കപ്പെടേണ്ട സാധനം ഇപ്പം എല്ലാം നഷ്ടപ്പെട്ടു പോയി. കടിച്ച സ്ഥലത്ത് തന്നെ പല്ലുണ്ടായിരുന്നില്ല. പണ്ട് ഹലിവിലൊക്കെ പാമ്പിനെ കടിച്ചിട്ട് വിഷം കൊണ്ടുവന്നാൽ ഇതുണ്ടോയെന്ന് പരിശോധിക്കുന്നു. ഹലിവിലൊക്കെ എനിക്കറിയില്ലേ, ചിലപ്പോൾ എന്താകും വലിയ നീളമുള്ള മുടിയെടുത്തിട്ട് ഇങ്ങനെ വരുന്നു. നമ്മളെ പിള്ളേരായത് കണ്ടേന്ന് എത്രയാ പാമ്പ് വെച്ച് പാമ്പിനെയും കൊണ്ടുവരും. ചിലപ്പോൾ ചാക്കി കെട്ടിയിട്ട് കൊണ്ടായിട്ട് നിലത്തിട്ട് കൊല്ലും. ഇതാ കടിച്ചെന്ന് പറയാം. പാങ്ങിലാൻ വേണ്ടി ഇതാക്കാനോട് ചേർത്ത് വാങ്ങിയതാണ്. പിന്നെ മൂപ്പറ് പ്രസിദ്ധനായി. ഇങ്ങനെ ഒരുതിയിൽ തടയുന്നുണ്ടെങ്കിൽ അവിടെ പല്ലുണ്ടെന്ന് നോക്കും. അവിടെ പിടിച്ചിട്ട് എന്താക്കുന്നില്ല, ഇങ്ങനെ ചുറച്ചിട്ട് വലിച്ചിട്ട് പുറത്തെടുക്കലുണ്ട്. അങ്ങനെയും കിട്ടുന്നില്ലെങ്കിൽ ചിലപ്പം കീറും. ചിലപ്പോൾ പാമ്പിനെ പിടിച്ചുകൊണ്ടിരുന്നുണ്ട്. ചിലപ്പം കണിഞ്ഞു പോകും. ആ കടിച്ചിട്ട് പായലോടുകൂടി കൊഴിഞ്ഞു പോകും. അപ്പോൾ ഇവിടെ ബാക്കിയായി. ചില കൊതു കടിച്ചു കഴിഞ്ഞാൽ കൊതുവിൻ്റെ തുമ്പി ഉണ്ടാവും ഇവിടെ കുത്തുന്നു. എന്നതുപോലെ തന്നെ പാമ്പിൻ്റെ അത് പാമ്പ് രക്ഷപ്പെടാൻ വേണ്ടി പെട്ടെന്ന് കൊതുലയും കിട്ടി ചാടിയാൽ പല്ലിടെ വെച്ചിട്ട് പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ വരുന്ന വെച്ചാൽ മറയില്ല. ഇത് പൊരിച്ചെടുക്കണോ? ഇതിൽ കുറേ ചോരയും ചോർത്തി കളിക്കും. പിള്ളേരെ കളിക്കാൻ ഇതെല്ലാം പോയി നോക്കി നിൽക്കൂ. വലിയ ടോർച്ചടിച്ച് കാണിച്ചു കൊടുക്കില്ലാന്ന്. അക്കാലത്ത് കറണ്ട് വരാത്ത കാലം ഉണ്ടായിന്. കറണ്ട് ആദ്യം വന്ന ആദ്യത്തെ സ്വിച്ച് ഉദ്ഘാടനമാക്കി എനിക്കറിയാല. ആദ്യം മോട്ടോർ വാഹനം ഇറങ്ങി എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് നമ്മുടെ മുക്കാല ഭാഗത്തു നിന്നെല്ലാം എന്താക്കും, നമ്മുടെ പുരക്കേക്ക് വന്നിട്ട് ആൾ കയറി പോയി. എന്നിട്ട് 2ാം ബൈക്ക് വന്ന് അന്നേരോ കണ്ണുങ്ങന്മാർ പറയാം, എന്തൊരു കുത്തിമതിന് പോവാന്ന് പറയുമ്പോൾ പോകുന്നുണ്ട്, ഷോപ്പ് എന്ന് പറയുമ്പോൾ നിൽക്കുന്നുണ്ട്. എന്തൊരു പറഞ്ഞാൽ കേൾക്കുന്ന കുത്തിയുള്ള വസ്തുമാ. അപ്പം എന്താക്കും, ഒരു ക്ലീനറെ വെച്ചവർ നോക്കുന്നുണ്ട്. ഓൻ വലിയ പഠിപ്പുകാരനാന്ന് കാണിക്കാൻ വേണ്ടി വണ്ടി വിട്ടിട്ട് എന്താക്കും, അങ്ങ് കള്ളുത്താപ്പിനോട് അത്തോളം ബാക്കി പറഞ്ഞ് ആദ്യം പള്ളിയുടെ അടുത്താൽ കയറുക. കാരണം ഇവനെ വെച്ചവർ പോയതാന്നിടാ. ഞാൻ ഇങ്ങനെല്ലാം കയറുന്ന ആളാന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കണമെന്ന്. ഇന്നെല്ലാം ഉണ്ട് കാലം. പിന്നെ വെച്ചവർ നോക്കലുണ്ടോ, നേരത്തെ കയറിക്കൂടെ? ഈ ഹസദ് എന്നുള്ളത് ഭയങ്കരമായ പോയ്സനാണ്. അപ്പം എന്താക്കും, വേറൊരാൾക്ക് നല്ലൊരു നിയമത്ത് കാണുകയും അനുഗ്രഹിക്കുമ്പോൾ ഇവർക്ക് ഹസദ് ഇങ്ങനെ പതിച്ചു പൊങ്ങി ഇവൻ്റെ വാക്കിലൂടെ ഇവൻ്റെ നോട്ടത്തിലൂടെ മറ്റെന്താകും, അത് പുറത്തേക്ക് ചാടും. പാമ്പിൻ്റെ ഈ കടിയോടുകൂടി വിഷം കയറുന്നത് പോലെ. അതുകൊണ്ടാണ് അമീൻ ഷർരി ഹാസിദിൻ എന്ന് പറഞ്ഞിട്ട് ഇതാ ഹസദ് കൊണ്ടല്ലേ സമാപിച്ചത്. ഹസദ് വെക്കുമ്പോൾ ഹസദ് വെക്കാണ്ട് ഓനെന്താക്കി അവിടെ നുസ്ഹി വെച്ച് അമർത്തിയാണെങ്കിൽ ഹസദിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല. എല്ലാം പറഞ്ഞാൽ പോലെ ഒമിൻ ഷർരി ഹാസിദിൻ എന്ന് മാത്രം പറഞ്ഞിട്ട് വിട്ടാൽ പോരെ. അപ്പം ഹസദാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യം. അതിനൊപ്പിച്ച വാക്കും പറയും. ഹസദ് കലർന്ന വാക്കായിരിക്കും പറയാം. അതിനെന്നെ കണ്ടെന്ന് പറയുന്നു. ആശ്ചര്യം കൊണ്ടുണ്ടാകും. ഇവർക്ക് സ്വന്തം ആശ്ചര്യം ഉണ്ടായാലും ഉണ്ടാകും. അത് അള്ളാഹിന്റെ നിയമത്ത് മറന്ന്. അതാണ് ഉജുബ് എന്നത്. ഒന്നിക്കൽ മറ്റവൻ്റെ കൽബിലുള്ള ഹസദ്, വലിയവൻ്റെ കൽബിലുള്ള ഉജുബ്. ചുരുക്കത്തിൽ ഏതോ ഒരു മാനസികമായ ഒരു കബാഹിയിലേക്ക് മടങ്ങുന്നുണ്ട് അതിൻ്റെ പിന്നിൽ. പോസിറ്റീവ് കഴിഞ്ഞാൽ അതിയായാലും കത്തിപ്പോക്കുണ്ടല്ലോ. നമുക്ക് ട്രാൻസ്ഫോമർ കത്തിയല്ല, ഒരു വോൾട്ടേജ് കുറച്ച് കൂടി പോയപ്പോൾ നമ്മൾ തിരുട്ടില്ലേ. എന്താ പറയാ, അത് കൊള്ളൂലെന്ന് കൊള്ളൂലല്ലോ. അള്ള കൊള്ളിച്ചാലേ കൊള്ളുള്ളൂ. അതെ, അള്ള കൊള്ളിച്ചാൽ കൊള്ളും. അതല്ല ഹിക്കമിൽ പറഞ്ഞത്, നീ ആകെ ചുരുട്ടി നോക്കിയാൽ നിന്നെ ഒന്നിനും കൊള്ളൂല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തന്നെ കൊള്ളിക്കാമെന്ന് വെച്ചാൽ നിന്നെ മലക്കിൻ്റെ മുകളിൽ കൊണ്ടേക്കാൻ കഴിയും. അതാണ് ഒട്ടാകൻ്റെ ഉള്ളിലുള്ളത്. ഭയങ്കര എഫക്റ്റ് വരും. ഇഞ്ചാണല്ലോ എക്സാണല്ലോ രണ്ടെണ്ണായി.
അല്ല, കണ്ണാരൻ അനാലൈസ് ചെയ്യുന്ന ഇമാമിങ്ങളെ കൗലാനി പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ആരെങ്കിലും എൻ്റെ കണ്ണ് മറ്റവർക്ക് കൊണ്ടുപോകുന്നു കണ്ടെങ്കിൽ ഓനെന്താക്കണം, ഇപ്പം ഇരുന്നിട്ട് നല്ലോണം ദ്വാരക്കൽ, പക്ഷെ എന്നെ കൊണ്ടുള്ള ഷർട്ട് എനിക്ക് ഏൽപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് ദ്വാരക്കണം. അത്തരക്കാർ സദസ്സിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് വരെ പറയുന്നുണ്ട്. പോട്ടെ, ഇവിടുത്തന്നതാ ഇൻ തറനി അന അഖല്ല മിൻക മാലൻ വവലദൻ ഫഅസാ റബ്ബി. ഇൻ തറനിന്റെ ജവാബാണ് ഇത്. ഫഅസ ആയത്ത് എന്നുള്ള നിലക്ക് വവലദാനയുടെ വെക്കാം, പക്ഷേ ജുംല എന്നുള്ള നിലക്ക് ഇൻ തറനിന്റെ ജവാബാണ് ഇത്. ഫഅസാ റബ്ബി. അപ്പോൾ ഏതായിരിക്കും വഖഫ്? ഹസൻ. ഹസൻ എന്ന് പറഞ്ഞാൽ അസ്സർ മുന്തിയതെന്നല്ല, അതൊരു ഇസ്തിലാഹിയായ പേരാണ്. അത് ഹദീസിൽ മുർസലായ ഹദീസ് എന്ന് പറയും പോലെ കൊടുത്തച്ച ഹദീസ് എന്നതിനർത്ഥം മാലക്ക് തന്നെ ഇങ്ങനെ കെട്ടി തൂക്കിയ ഒരു ഇസ്തിലാഹ വെച്ചതാണ്. അങ്ങനെ ഇവിടെ എന്താണ് ഹസൻ്റെ വജ്ഹ്? വലദ എന്ന് പറഞ്ഞതിൻ്റെ ഇൻ തറനീൻ്റെ ജവാബാണ് ഫഅസ അടുത്ത ജുംലയിൽ വന്നത്. പക്ഷെ അവിടെ നിന്നിട്ട് ഇല്ലാ റൂസല്ലായി ജവ്വിദ് ഫൽ ഹസൻ, ആയത്തിൻ്റെ തലക്ക് ഒത്തു വന്നാൽ ഒഴികെ. അവിടെ തന്നെ എന്തൊരു കൈതുണ്ട്, മാന ഫസാദാക്കാതിരിക്കുമ്പോഴൊന്ന് ആയത്തിൻ്റെ അവിടെ വെച്ചിട്ട് ഇപ്പുറം കൊടുത്തു ഇബ്തിദാ ചെയ്താൽ മാന ഫസാദാകും. അലാ ഇന്നഹും മിൻ ഇഫ്കിഹിം ലയഖൂലൂൻ. ആയത്ത് പുറത്താണ്. പിന്നെന്താ തുടങ്ങല്? വലതാണ്. അള്ളാഹ് വെച്ചിരിക്കുന്നു. എന്താ കുഞ്ഞിന് നോക്കില്ല? അത് ഇബ്തിദാ പറ്റൂലല്ല. ലയഖൂലൂന വലദല്ലാഹ്, അല്ലാഹു തആലാക്ക് മക്കളുണ്ട് എന്ന് അവരൊക്കെ പറയുന്നുണ്ട്. അതാ ഇൻ തറനി, നീ എന്നെ കാണുന്നു. അൽജൻ അന അഖല്ല മിൻക മാലൻ വവലദൻ, സമ്പത്തിനാലും വലതിനാലും ഞാൻ വളരെ ചുരുങ്ങി പിന്നോക്ക അവസ്ഥ നീ കാണുന്നു. എന്നാൽ നിന്നെ ഇങ്ങനെയും എന്തെങ്കിലും ആക്കിയില്ലേ ഒറ്റമറിക്കും. ഫഅസാ റബ്ബി അൻ യുഅ്തിയനി ഖൈറൻ മിൻ ജന്നതിക്, നിന്റെ ഈ തോട്ടത്തിനേക്കാണ് ഉത്തമമായ ഒന്ന് എനിക്ക് തരാൻ അല്ലാഹ് കഴിയൂലേ. വയുർസില, എന്നിട്ടോ നിൻ്റെ തോട്ടം എന്താകും? ഒരു തീക്കാറ്റ വെളിച്ചം ഉണ്ടാക്കും, പിറ്റേന്നൊക്കെ നമുക്ക് വെണ്ണീരുണ്ടാവും. വയുർസില അലൈഹ ഹുസ്ബാനം മിനസ്സമായി ഫതുസ്ബിഹ സഈദൻ സലഖ. മറ്റനുഷ്ഠിക്കാനും അതുകൊണ്ട് അള്ളാഹനെ മറന്നിട്ടൊന്നും സംസാരിച്ചുകൂടാ എന്നാൽ അത് പറഞ്ഞു വന്നിട്ടുണ്ട്. മക്കളുണ്ടാവും. പിന്നെ കൊച്ചു ഇതുണ്ടായല്ലേ, റഅയ്തുന്നാസ ഖദ് മാലു ഇലാ മല്ലഹു മാലു വമൻ ലാ ഇൻദഹു മാലു ഫഅൻഹുന്നാസു ഖദ് മാലു എന്ന് പറഞ്ഞില്ലേ. റഅയ്തുന്നാസ ഖദ് മാലു ഇലാ മൻ ഇൻദഹു മാലു. മാലു എന്ന് പറഞ്ഞാൽ അവർ ചാഞ്ഞ് അനുകൂലിച്ചെന്ന് അർത്ഥം. അത് മാതയാ ഫീലാണ്. അവർക്കിലേക്ക് ഇലാമൻ ഇൻദഹു മാലുൻ, കുറച്ച് മാലുണ്ട്. അത് മാല് എന്നല്ലാണ്ട് കുറേ ലോട്ടറി ടിക്കറ്റും കഥ കള്ളാസെല്ലാം തെക്കിയിട്ട് ഇവിടെ കിട്ടിയാൽ ഈ പൈസ വിചാരിച്ചാലൊക്കെ കൊടുക്കും. അതെ. വമല്ല ഇൻദഹു മാലുൻ ഫഅൻഹുന്നാസു ഖദ് മാലു. പിന്നാലെ ഉണ്ടാവും. എവിടെ വലതാൻ്റെ അവിടെ ജന്നത്തിക്കാൻ്റെ അവിടെ വെക്കണ്ടില്ലല്ലോ. ഇൻ തറനി അത് കണ്ടില്ല അപ്പുറത്തായത്തിലെ, അതിൻ്റെ ജവാബാണല്ലോ ഏത്? ഫഅസാ റബ്ബി ആണല്ലോ പാട്ടിട്ട് പറഞ്ഞത്. ഫഅസാ റബ്ബി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ഫഅസാൻ്റെ ജവാബ് ജുംല പൂർത്തിയായിട്ടില്ലല്ലോ. ഫഅസാ റബ്ബി അൻ യുഅ്തിയനി ഖൈറൻ മിൻ ജന്നതിക്, അവിടെ അതിന് ജുംലയായി. പിന്നെ വയുർസില എന്തിൻ്റെ ബാക്കി? അൻ യുഅ്തിയനിൻ്റെ അവിടെ അപ്പോൾ ഒന്നിക്ക് തീക്കാറ്റടിച്ചിട്ട് എല്ലാം നിശ്ചയിക്കാം. അല്ലെങ്കിൽ വെള്ളം വെറ്റി പറഞ്ഞിട്ട് നനക്കാനില്ലാണ്ടായിപ്പോയി എന്നവർ ഉണങ്ങൂലേ. അതാ ആ യൂസുബിഹ മാറൻ ഫലൻ തസ്തതിഅ ലഹു തലബ. വെള്ളം വെറ്റിക്കാൻ അല്ലാഹ് കഴിയൂലേ. ചുരുക്കത്തിൽ അത് നശിച്ചെന്നാ പറയുന്നു. وأحيط بثمره فأصبح يقلب كفيه على ما أنفق فيها وهي خاوية على عروشها ويقول يا ليتني لم أشرك بربي أحدا.
തോട്ടം നശിച്ചു. ഞാൻ അയ്യടാന്ന് പറയുന്നത് കാരണം അള്ളാഹിൻ്റെ പക്കന്ന് വന്ന ബലാഗാണ്. അതിന് എൻ്റെ വലായിഫ് എന്താണ്, സബറാണ് എന്നൊന്നും ഇയാൾക്കറിയില്ലല്ലോ. അങ്ങനത്തെ ഒരു അല്ലയില്ലല്ലോ. അവിടെ ആദ്യം ചോദിച്ചാൽ കഫർത്തമില്ലതി ഖലഖക. എന്നാൽ പിന്നെ ഇയാളെ കഷ്ടകാലത്ത് സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? വലം തകുൻ ലഹു ഫിയത്തുൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹി വമാ കാന മുൻതസിറാ. ഇതിനോട് ആരും ഓതിയിട്ടില്ല. അങ്ങ് അതോട് എവിടുന്ന തുടങ്ങണ്ടേ? ഓൾറെഡി ബില്ലഹുവിൻ്റെയാണ് നമ്മൾ. എന്നാൽ ബാക്കി തുടങ്ങും. ودخل جنته وهو ظالم لنفسه قال ما أظن أن تبيد هذه أبدا. هذه مد. قال ما أظن أن تبيد هذه أبدا. അതായത് മാ അظن എന്നുള്ളത് മുൻഫസിലായ മദ്ദാണ്. ഹാദിഹി അബദാൻ്റെ അവിടെ മുൻഫസിലായ മദ്ദാണ്. അടുത്ത് വരുന്ന വമാ അദൂനിൻ്റെ അവിടെ മുൻഫസിലായ മദ്ദാണ്. അപ്പം ഒറ്റ അളവിൽ വരണം. അതല്ല നീതി. ഈ ടൈൽസ് വെക്കുമ്പോൾ ഏതെങ്കിലും ഒരു മുടിനാല് പൊന്തിപ്പോയി നിങ്ങൾ പനോട് കളിക്കുന്നില്ലേ, കളച്ച് പൊരിച്ച് അടിച്ച് പുതിയ വെക്കുന്നില്ലേ? ഇപ്പം ഖുർആനിലെന്താ പിന്നെ ലെവലായിക്കൂടാ? ചുമര തേക്കുമ്പം എല്ലാം ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ പൊടി വന്നെങ്കിലും കഴിയുമല്ല. നിസ്കാരത്തിൻ്റെ സഫിനെ ഹാക്കാതെ ഹേക്കാതെ ചൊർക്കളയിൽ റോഡ് പോലെ ആയാലും കേസൊന്നുമില്ല. قال ما أظن أن تبيد هذه أبدا وما أظن الساعة قائمة ولئن رددت إلى ربي لأجدن خيرا منها منقلبا. قال له صاحبه وهو يحاوره أكفرت بالذي خلقك من تراب ثم من نطفة ثم سواك رجلا. അപ്പോൾ എന്താക്കണം? ആ കഫത്താൻ്റെ ആണാ നാടൻ മാറ്റാൻ വേണ്ടിയിട്ട് പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. നാടനോടുള്ള പ്രതിഷേധം. നമ്മിപ്പം മന്തിൻ്റെലും കാലമല്ലേ, വെറും നാടൻ കഴിക്കൂലല്ല. ബഷീർ സഞ്ചാരില്ലേ നാടൻ അക്ഫർത്ത. ആ ഇനി ഇനി ولولا إذ دخلت جنتك قلت ما شاء الله لا قوة إلا بالله إن ترني أنا أقل منك مالا وولدا. അവിടെ നേവിയറ്റ് ചോദ്യമുണ്ട് ബഷീർ ഉസ്താദ്. ഇൻ തറനി എന്നുള്ളത് മഫ്ഊലല്ലേ, നസ്ബിൻ്റെ മഹലിലല്ലേ അല്ലേ? നീ അപ്പം അത് മുൻഫസിലായ ഒമീർ എടുക്കുമ്പോൾ അന എന്നുള്ളത് റഫിൻ്റെ മഹലിലല്ലായിരുന്നു. അന മർഫുവിൻ്റെ സമീറല്ലേ? അത് മുത്തക്കല്ലിമായി അല്ല. ഈ അനീൻ തറനീന്തയിൽ നിന്ന് മുൻഫസിലായ അബ്ദെടുത്തല്ലേ? ഉദുഖുൽ അന്ത ഉറബുക്ക. അപ്പോൾ നസ്ബിൻ്റെ മഹലിൽ നിന്ന് എടുത്തപ്പോൾ അത് മർഫുവായി വന്നില്ലേ എന്നൊരു ചോദ്യം. അത് എത്ര ആളല്ല. അപ്പം ഈ നോക്കിയാലും മതി. ആ വിട് വിട്. അപ്പം എന്താ സുഖമിലേക്ക് ചായാൻ പാടില്ല.
അല്ല അത് ഇപ്പം വ്യാഖ്യാനിച്ച് ഇല്ല റൂസല്ലായി ആക്കിയിട്ട് അല്ല എന്താക്കും ഇൻ തറാനീൻ്റെ മുത്തല്ലക്കാണ് ഫഹസ. അപ്പോൾ മുത്തലാസിമേൻ്റെ ഇടയിൽ വഖഫ് ചെയ്താൽ വഖഫ് ഹസനാകും. അപ്പോൾ അവിടെ ആയത്തുമായിട്ട് ഒത്തു വന്നാൽ ഇല്ലാ റൂസൽ ആയി, ഇല്ലാ റൂസല്ലായി അതന്നെ അവിടെ അർത്ഥം ഫസാദാവാത്ത സ്ഥലങ്ങളിൽ അങ്ങനെ. فعسى ربي أن يؤتيني خيرا من جنتك ويرسل عليها حسبانا من السماء فتصبح صعيدا زلقا أو يصبح ماؤها غورا فلن تستطيع له طلبا يعني وأحيط بثمره فأصبح يقلب كفيه على ما أنفق فيها وهي خاوية على عروشها ويقول يا ليتني لم أشرك بربي أحدا ولم تكن له فئة ينصرونه من دون الله وما كان منتصرا هنالك الولاية لله الحق وخير ثوابا وخير عقبا واضرب لهم مثل الحياة الدنيا كماء أنزلناه من السماء فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. ഇത് ഉമ്മത്തിൻ്റെ പേര് ഇതിൽ വ്യാഖ്യാനിച്ചിട്ടില്ല. കാരണം അത് നമ്മുടെ മഖ്സൂദല്ല. ഈ കിസ്സയിലുള്ള ഇബ്രത്തുണ്ടല്ലോ. ഇപ്പോൾ പറഞ്ഞത് മസലുൽ മുശ്രിക്കിൽ ഗനി വൽ മുസ്ലിമിൽ ഫക്കീർ. രണ്ട് സഹോദരന്മാർ, ഒരു സാഹിബും ഗനിയും മുശ്രിക്കുമായ ആ മുതലാളി, മുസ്ലിമും ഫക്കീറുമായ മുബാഹിദായ മനുഷ്യൻ, ഇവരിടയിലുള്ള സംഭാഷണം. എന്നിട്ടോ അയാളെ ഉപദേശിക്കുന്നു. അയാളെന്താക്കുന്നറിയോ? المستقبلين من مجالسة الضعفاء والمساكين من المسلمين وافتخروا عليهم بأموالهم وحسابهم. കുടുംബ മഹിമ കൊണ്ടോ വേറെന്താ യോഗ്യത കൊണ്ടോ അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ടോ എന്താക്കി മറ്റവരോട് കിബറ് കാട്ടി, മറ്റവരെ നിസ്സാരപ്പെടുത്തി. അപ്പോൾ അദ്ദേഹം മറുപടി കാണുന്നില്ല. നല്ല വിനയത്തോടുകൂടി മറുപടി അദ്ദേഹം അമ്മ മറുവശത്ത് പറയുന്നതാണെന്നല്ലോ. അവസാനം തോട്ടം നശിച്ചെന്ന് പറഞ്ഞത് വഹീത ബിസമരിഹി. അപ്പോൾ ഏതാ ഉമ്മത്തിന് വേറെ തഫ്സീർ വരിക കാണും. എല്ലാം ഒന്നിലില്ലാത്ത ഒന്നിലുണ്ടാവും. അത് പൊട്ടിച്ചിട്ടില്ല. സഫല്ല ലാമിനെന്തിന് മണിക്കുന്നത്? بل زعمتم أن لن نجعل لكم موعدا
ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها. ഇതൊക്കെ നല്ല ലോത്ത് കേട്ട് തമ്മിലൊക്കെ പാസ്സാക്കി നാടന്മാരുള്ളവരും എല്ലാം കത്ത് തോന്നും സ്ഥലം മൈക്കോണാക്കിയിട്ട് ഒരാൾ ഉച്ചത്തിൽ ഓതാ ബാക്കി ആളെല്ലാം മുസാഫ് നോക്കുക. ഓത്തെല്ലാം വളരെ കണ്ടീഷൻ എവിടെയില്ല. രാമന് എല്ലാത്തിനോടൊരു കരട് കൂടല്ലേ. ലാ യുഗാദിർ സഖീറത്തനടാ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ നിർത്തി അടത്തി വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ എന്നുണ്ടാ. അതിന് മുമ്പ് എഴുന്നു തുടങ്ങുമ്പോൾ എപ്പോഴും ഇല്ലാണ്ട് നിൽക്കണം. അത് വലിയ കോലാക്കമ്മള ഒത്തിരിണ്ടാകും എന്തെങ്കിലും ഒന്ന്. വയക്കൂലൂന ഈ കിതാബ് കയ്യിൽ കിട്ടിയ വിഭാഗം പറയുന്നു യാ വൈലത്തനാ നമുക്കുള്ള കഷ്ടമേ മാലിഹാദിൽ കിതാബ് എന്തൊരു കിതാബ്, എന്താണ് കിതാബിൻ്റെ അജബ്. ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ചെറിയ കാര്യമാവട്ടെ വലിയ കാര്യമാവട്ടെ ഒന്നും ഒഴിവാക്കിയിട്ടില്ല. ഇല്ലാ ഹസാഹ അതിൽ കൃത്യമായി റിക്കാർഡ് ചെയ്തിട്ടല്ലാതെ. അപ്പോൾ സഗീറത്തും റിക്കാർഡാക്കിയിട്ടുണ്ട്, കബീറത്തും റിക്കാർഡാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വലാ കബീറത്തും ഇല്ലാ ഹസാഹ എന്ന് മാത്രം പറഞ്ഞാൽ സഗീറത്ത് പോയില്ലേ? എവിടെ അങ്ങനെ സിഫത്തും മൗസൂഫും തമ്മിൽ പിരിഞ്ഞു. മാലിഹാദൽ കിതാബ് ആ കിതാബിൻ്റെ അവസ്ഥ എന്താണ്? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. അർത്ഥത്തിൽ പിഴവൊന്നും ഉണ്ടാവില്ല. പിന്നെന്താണ്? സിഫത്തും മൗസൂഫും തമ്മിൽ പിന്നെ വഖഫ് ഹസനായി മാറും. അർത്ഥത്തിൽ പിഴ വരുന്നില്ല. ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس كان من الجن ففسق عن أمر ربه أفتتخذونه وذريته أولياء من دوني وهم لكم عدو بئس للظالمين بدلا. ما أشهدتهم خلق السماوات والأرض ولا خلق أنفسهم وما كنت متخذ المضلين عضدا. ചാടെത്തിയ ഒന്നും കൊണ്ടെടുക്ക് വയവുമാ. എന്താണ് فلم يستجيبوا لهم وجعلنا بينهم موبقا. ورأى المجرمون النار ظنون മദ്ദ് പോയില്ലേ? ورأى المجرمون النار فظنوا أنهم مواقعوها ولم يجدوا عنها مصرفا. സർറഫ് എന്നുള്ള കൽക്കലത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഊരിപ്പറ്റുന്ന സാധനമല്ലേ, ഊരിയാൽ തന്നെ മാറിപ്പോകും. വലഖദ് സർറഫ്നാ
ولقد صرفنا في هذا القرآن للناس من كل مثل وكان الإنسان أكثر شيء جدلا وكان الإنسان أكثر شيء جدلا وكان الإنسان أكثر കാഫിന് സ്വഭാവമുണ്ട്. എന്താണ്? സിദ്ധത്താന്നതിൻ്റെ അസലി. സിദ്ധത്താകുമ്പോൾ കുറച്ച് കാലം ഉണ്ടാവും. അതിന് സമാപനം എടുത്തേക്കാന്ന് ഹംസിലേക്കാണ്. അപ്പോൾ ഇത്തല്ല പൂളി ചത്യം വരുന്നത്. പൂളിൻ്റെ സ്വഭാവം എന്താ? ഇതുപോലെയല്ല പൂള്. ഇവിടെ നിർത്തിട്ട് ഇവിടെ വണ്ണം കൂടും. അപ്പം എന്നിട്ട് മുട്ടിയ പാടെന്താക്കുക, തുണി തല്ലുന്നില്ലേ, നനച്ച തുണി എന്നുള്ള മാറി ഒരൊറ്റടി പാപം അലിഞ്ഞ്. പച്ചന്ന് കിട്ടുണ്ടോ? وما منع الناس أن يؤمنوا إذ جاءهم الهدى സുന്ന ഉന്നതത എവിടം വരെ എത്തണം ആ മണിച്ചലി. وما نرسل المرسلين إلا مبشرين ومنذرين ويجادل الذين كفروا بالباطل ليدحضوا به الحق واتخذوا آياتي وما أمروا هزوا ومن أظلم ممن ذكر بآيات ربه فأعرض عنها ونسي ما قدمت يداه إنا جعلنا على قلوبهم أكنة أن يفقهوه وفي آذانهم وقرا وإن تدعهم إلى الهدى فلن يهتدوا إذا أبدا وربك الغفور ذو الرحمة لو يؤاخذهم بما كسبوا لعجل لهم العذاب بل لهم موعد لن يجدوا من دونه موئلا وتلك القرى أهلكناهم لما ظلموا وجعلنا لمهلكهم موعدا وإذ قال موسى لفتاه أبلغ حتى أبلغ مجمع البحرين أو فلما بلغا مجمع بينهما نسيا حوتهما فاتخذ سبيله في البحر سربا قال ذلك ما كنا نبغ فارتدا على آثارهما قصصا فوجدا عبدا من عبادنا آتيناه
قال له موسى هل أتبعك على أن تعلمني مما علمت رشدا قال إنك لن تستطيع معي صبرا وكيف അസ്ബിറൂന്നില്ലല്ലോ. وكيف تصبر على ما لم تحط به خبرا അങ്ങനെ തുടങ്ങുമ്പോൾ قال ستجدني إن شاء الله صابرا ولا أعصي لك أمرا قال فإن اتبعتني فلا تسألني عن شيء حتى أحدث لك منه ذكرا فانطلقا حتى إذا ركبا في السفينة خرقها قال أخرقتها لتغرق أهلها لقد جئت شيئا إمرا. ആടെയുണ്ടൊരു നാടൻ കേട്ടാ. നാടനും ഒരു തനിനാടനൊക്കെ ഉണ്ടാവും. നാടൻ നാടൻ എന്നാണ് ഇടാൻ പറ്റൂല. قال أخرقتها لتغرق أهلها لقد جئت شيئا إمرا. إني قال ألم أقل إنك لن تستطيع معي صبرا قال لا تؤاخذني بما نسيت ولا ترهقني من أمري عسرا. فانطلقا حتى إذا لقيا غلاما فقتله قال أقتلت نفسا زكية بغير نفس لقد جئت شيئا نكرا. അവിടുത്തെ നാടൻ അറിയാം. അക്കത്തലിട്ട قال ألم أقل لك إنك لن تستطيع معي صبرا قال إن سألتك عن شيء بعدها فلا تصاحبني قد بلغت من لدني عذرا. فانطلقا حتى إذا أتيا أهل قرية استطعما ഹത്താനടുത്തുള്ളത് പന്തലൊക്കെ കഴിഞ്ഞ് കിട്ടി. പന്തലൊക്കെ കൊണ്ട് നോക്കിയാൽ പിന്നെ അടുത്തല്ലേ വന്നു പോകും. حتى إذا أتيا أهل قرية استطعما أهلها ഒരു ഹാ കുടുങ്ങിയിട്ടുണ്ട്. حتى إذا أتيا أهل قرية استطعما أهلها حتى إذا أتيا أهل قرية استطعما أهلها فأبوا أن يضيفوهما فوجدا فيها جدارا يريد أن ينقض فأقامه فوجدا فيها جدارا يريد أن ينقض فأقامه قال لو شئت لاتخذت عليه أجرا. قال هذا فراق بيني وبينك سأنبئك بتأويل ما لم تستطع عليه صبرا. أما السفينة فكانت لمساكين يعملون في البحر فأردت أن أعيبها وكان وراءهم ملك يأخذ كل سفينة
غصبا. وأما الغلام فكان أبواه مؤمنين فخشينا أن يرهقهما طغيانا وكفرا فأردنا أن يبدلهما ربهما خيرا منه زكاة وأقرب رحما. وأما الجدار فكان لغلامين يتيمين في المدينة وكان تحته كنز لهما وكان أبوهما صالحا فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما رحمة من ربك وما فعلته عن أمري ذلك تأويل ما لم تسطع عليه صبرا. آمنت بالله صدق الله العلي العظيم. صدق ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين.